കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ സമരം അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കുറച്ചധികം വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതിൽ ആദ്യം വന്ന വിശദാംശങ്ങളിൽ ചില തിരുത്തുകളുമുണ്ട്. പ്രധാനമായിട്ടും മരണം സംഭവിച്ചിരിക്കുന്നത് കഴുത്ത് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് തന്നെയാണ്. ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമം നടന്നു എന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട്. യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ അതിക്രൂരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങളടക്കം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 14 മുറിവുകളാണ് ആകെ ശരീരത്തിലുണ്ടായിരുന്നത്. അതിൽ വയറിലുണ്ടായിരുന്നു, കൈമുട്ടുകളിലുണ്ടായിരുന്നു, തുടയിലുണ്ടായിരുന്നു, കഴുത്തിൽ, പുറകിലും, ഇരുഭാഗത്തും, അതുപോലെ തന്നെ കണ്ണിലും മുഖത്തും ഈ മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകളെല്ലാം തന്നെ ഈ യുവതിയുടെ മരണം സംഭവിക്കുന്നത് മുന്നേ ഉണ്ടായതാണ്. അതായത് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് തന്നെയാണ് യുവതി നേരിട്ടത്. അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം തന്നെയായിരുന്നു നേരിട്ടത്. വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ DNA പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിരിക്കുകയാണ്. ഈ സാമ്പിളുകളിൽ തന്നെ ആദ്യ റിപ്പോർട്ടിൽ പുറത്തു വന്ന 150 ഗ്രാം സീമൻ എന്ന് പറയുന്നത്, ബീജം എന്ന് പറയുന്നത്, അത് ഇല്ല, അത് ബീജമായിരുന്നില്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള ജെനിറ്റേലിയയുടെ ഭാരമായിരുന്നു, ആകെ ഭാരമായിരുന്നു ഈ 150 ഗ്രാം എന്ന് പറയുന്നത്. മാത്രമല്ല യുവതിയുടെ മൃതശരീരത്തിൽ നിന്നും ഒരു വെളുത്ത നിറത്തിലുള്ള ഫ്ലൂയിഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതുകൂടിയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ആ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ വേണ്ടി സാധിക്കുക. ഈ ഫോറൻസിക് ഫലം വരുന്ന സമയത്ത് അതിൽ DNA ഫലം കൂടി ഉണ്ടാവും. അങ്ങനെ അതിക്രമികൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും അന്വേഷണ സംഘത്തിന് കഴിയും. ഓഗസ്റ്റ് 21 ഈ ഫലങ്ങളെല്ലാം തന്നെ ലഭിക്കും. അതിൻ്റെ ഒരു കോപ്പി CBIക്ക് കൈമാറുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഫീമെയിൽ ഡോക്ടേഴ്സ് ഇവിടെ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അത് കാരണം ഞങ്ങൾക്കിപ്പോൾ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് വേണം, സേഫ്റ്റിയും വേണം. സോ അതിനാണ് ഞങ്ങളിപ്പോൾ വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആക്ട് വരുന്നവരെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. നീതി ലഭിക്കുമോ എന്നുള്ള കാര്യം, അത് എത്രത്തോളം വൈകും അല്ലെങ്കിൽ വേഗത്തിൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ചും കുടുംബം മമതാ സർക്കാരിനെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ പോലീസിനെതിരെയും തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൽക്കത്ത ഹൈക്കോടതിക്ക് മേലെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. CBI അന്വേഷണത്തിന് മുകളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നാളെ ഈ കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത സുപ്രീം കോടതി പരിഗണിക്കാൻ കൂടി പോവുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് കുറ്റവാളികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലേക്ക് എത്തും എന്നുള്ള കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.